morning, good evening, everybody. നമുക്ക് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ കുറിച്ച് ഒരു ചെറിയൊരു പോർഷൻ നോക്കാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ NHRC, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ NHRC എന്നായിരിക്കും. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണ്. അത് ഒരു ഓട്ടോണോമസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓർത്തിരിക്കുക, എങ്ങനെയാണ്? ഓട്ടോണോമസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ചോദിക്കാറുണ്ട്, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എങ്ങനെയുള്ള ബോഡിയാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, അത് ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ അതില് 1948 ഡിസംബർ 10 പാരീസിൽ വെച്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നു. 1948 ഡിസംബർ 10 എവിടെ വെച്ചാണ് പ്രഖ്യാപനം? പാരീസിലാണ് പ്രഖ്യാപനം നടക്കുന്നത്. മനുഷ്യാവകാശ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ നടക്കുന്നത്. അപ്പൊ ഡിക്ലറേഷൻ നടക്കുന്നത് 1948 ഡിസംബർ 10 അപ്പൊ അതിലാണ് നമ്മുടെ ഈ ഡിസംബർ 10, അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ് ഡേ, മനുഷ്യാവകാശ ദിനം, ഹ്യൂമൻ റൈറ്റ് ഡേ ആയിട്ട് അന്ന് ആചരിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ് means the right relating to the life, liberty, equality and dignity of the individual guaranteed by the constitution. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഗ്യാരണ്ടി ചെയ്യുന്ന റൈറ്റ് റിലേറ്റിംഗ് ടു ദി ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ഈസ് ഗ്യാരണ്ടീഡ് ബൈ ദ. അപ്പൊ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരും? ലൈഫ്, liberty and dignity, equality and dignity of the individual. ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആണ് ഈ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞത്. ഹ്യൂമൻ റൈറ്റ് മീൻസ് the right relating to the life, liberty, equality and the dignity of the individual guaranteed by the constitution. അപ്പോൾ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റിലാണ് ഹ്യൂമൻ റൈറ്റിനെ പറ്റി പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഹ്യൂമൻ റൈറ്റ് എന്നുള്ളത് പറയുന്നില്ല. ഈ ഫണ്ടമെന്റൽ റൈറ്റിൽ കൂടി ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഹ്യൂമൻ റൈറ്റിനെ പറ്റി വിശദീകരണം പറയുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ കേൾക്കുന്നില്ലേ? എല്ലാവർക്കും അങ്ങനെയാണോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വരുന്നത് NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേൾക്കാൻ പറ്റുന്നില്ല? അതെ, എല്ലാവർക്കും അങ്ങനെയാണോ? ഒട്ടും പറ്റുന്നില്ല? നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നറിയാം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അല്ല. അപ്പൊ നമ്മളോട് ചോദിക്കാറുണ്ട്, NHRC എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആണോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണോ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ളത്. ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഒരു സ്വതന്ത്രമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ത്? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. അപ്പൊ അത് 1948
നമ്മുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഡിസംബർ 10 പാരീസിൽ വെച്ച് നടന്ന മനുഷ്യാവകാശ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷനിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം. ഡിസംബർ 10 എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ് ഡേ ആയിട്ട് തീരുമാനിക്കുന്നതും, അതായത് ലോകത്തിൽ മൊത്തമായിട്ട് ഇങ്ങനെ ഒരു ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഈ 1948 നടന്ന ഡിക്ലറേഷന്റെ ഫലമായിട്ടാണ്. അങ്ങനെ അതുവഴി നമ്മളുടെ ഇവിടെയും എന്ത് ചെയ്തു, നമ്മളുടെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നില്ല, പകരം ഫണ്ടമെന്റൽ റൈറ്റ് ഇൻകോർപ്പറേറ്റ് ആയിട്ടാണ് ഈ ഹ്യൂമൻ റൈറ്റ് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവനും അതേപോലെ തന്നെ നമ്മുടെ ലിബർട്ടിക്കും അതേപോലെ നമ്മളുടെ ഇക്വാലിറ്റിക്കും അതുപോലെ ഡിഗ്നിറ്റിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതാണ് ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആണ് ഹ്യൂമൻ റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് പാർട്ട് 3 ഉൾപ്പെടുത്തി പറയുന്നത്. അതല്ലാതെ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഒന്നും പറയുന്നില്ല. ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഉണ്ട്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അതിന്റെ പഴയ പേര് മാനവ് അധികാർ ഭവൻ എന്നാണ്. ഇപ്പോഴത്തെ പേര് സർദാർ പട്ടേൽ ഭവൻ. എന്താണ് ഹെഡ് ക്വാർട്ടേഴ്സ്? NHRCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അതിന്റെ പഴയ പേര് മാനവ് അധികാർ ഭവൻ. ഇപ്പൊ കേൾക്കുന്നില്ലേ? പ്രശ്നമില്ലല്ലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ മാനവ് അധികാർ ഭവൻ എന്നായിരുന്നു പഴയ പേര്, ഓൾഡ് നെയിം. നമ്മുടെ ഈ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ NHRCയുടെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ പഴയ പേര് മാനവ് അധികാർ ഭവൻ എന്നാണ്. പുതിയ പേരെന്ത് എന്ന് ചോദിച്ചാൽ സർദാർ പട്ടേൽ ഭവൻ. എന്താണ് പുതിയ പേര്? ന്യൂ നെയിം സർദാർ പട്ടേൽ ഭവൻ. സർദാർ പട്ടേൽ ഭവൻ എന്നാണ് പുതിയ പേര്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ പുതിയ പേര് സർദാർ പട്ടേൽ ഭവൻ എന്നാണ്. നമ്മളുടെ ഇവിടെ ഹ്യൂമൻ റൈറ്റ് ആക്ട് പാസ്സാക്കിയത് 28 സെപ്റ്റംബർ 1993 പാസ്സാക്കിയത്. ആക്ട് പാസ്സാക്കിയത് NHRC ആക്ട് പാസ്സാക്കുന്നത് 28 സെപ്റ്റംബർ 1993 പാസ്സാക്കുന്നത്. അത് NHRC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഈ ആക്ട് പ്രകാരം നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് 12 ഒക്ടോബർ 1993. ഒക്ടോബർ 12, 1993 ഇവിടെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് ഈ ആക്ട് 2006 2019 അമെൻമെന്റ് ഭേദഗതി വന്നു. അമെൻഡഡ് 2006 2019. 2006 2019 ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആക്ട് എന്ത് ചെയ്തു? അത് അമെൻമെന്റ് ഭേദഗതി വന്നു. അപ്പോ അത് ഈ ഭേദഗതി നമുക്കിപ്പോ 2019 എന്താണ് അതിൽ വന്ന ഭേദഗതി എന്ന് നോക്കാം. കാരണം കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2019 അപ്പൊ 2019 അനുസരിച്ചിട്ട് 2019 ജൂലൈ 19 ലോകസഭ ആ ഭേദഗതി പാസ്സാക്കുന്നത്. എന്നാണ് 2019 ജൂലൈ 19 നമ്മുടെ ലോകസഭ ആ ഭേദഗതി പാസ്സാക്കുന്നു. ലോകസഭ അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് 2019 തന്നെ ജൂലൈ 22 രാജ്യസഭ പാസ്സാക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും 5 ദിവസം കഴിയുമ്പോഴാണ് 2019 ജൂലൈ 27 പ്രസിഡന്റ് അത് സൈൻ ചെയ്യുന്നു. പ്രസിഡന്റ് സൈൻ ചെയ്യുന്നത് 27. ഇനി അത് നിലവിൽ വരുന്നത് 2019 ഓഗസ്റ്റ് 2. 2019 ഓഗസ്റ്റ് 2 കെയിം ഇൻ ടു ഫോഴ്സ്.
എന്താണ് അമെൻമെന്റ് ആക്ട്, നമ്മുടെ മനുഷ്യാവകാശ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ അമെൻമെന്റ് ആക്ട്. ആക്ട് വരുന്നത് 93-ലാണ് വന്നത്. 2006-ലും 2019-ലും 2 പ്രാവശ്യം ഭേദഗതി ചെയ്തു. അതിൽ ലേറ്റസ്റ്റ് ഭേദഗതി 2019-ലാണ്. അതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് പഠിക്കുക. 2019 ഭേദഗതി ചെയ്തപ്പോൾ അത് നിലവിൽ വന്നത് കെയിം ഇൻ ടു ഫോഴ്സ് ഓഗസ്റ്റ് 2-നാണ്. പക്ഷെ അത് പാസ്സാക്കൽ തുടങ്ങുന്നത് ജൂലൈയിൽ തുടങ്ങുവാണ്. 2019 ജൂലൈ 19-ന് 2019 ജൂലൈ 19 അവിടെ ലോകസഭയില് അവിടെ വെച്ച് തുടങ്ങുന്നു, വെടിക്കെട്ട് തുടങ്ങുകയാണ് 19. ദെൻ 3 ദിവസം കഴിയുമ്പോൾ 22-ന് രാജ്യസഭ പാസ്സാക്കുന്നു. അത് കഴിഞ്ഞ് 5 ദിവസം കഴിയുമ്പോൾ ആര് പാസ്സാക്കുന്നു? 5 ദിവസം കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് സൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നിലവിൽ വരുന്നത് വീണ്ടും എന്താണ്? നമ്മുടെ ഓഗസ്റ്റ് 2-ലാണ് നിലവിൽ വരുന്നത് കെയിം ഇൻ ടു ഫോഴ്സ്. ഓർത്തിരിക്കുക. അപ്പോൾ ആ 2019 വന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ട് അതായത് മെമ്പേഴ്സ്, അതിലുള്ള മെമ്പേഴ്സ് ചെയർമാൻ ഉൾപ്പെടെ 6 പേരായി. മുമ്പ് ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണ് ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. മുമ്പ് എത്ര പേരായിരുന്നു? 5 പേരാണ്. പക്ഷേ 2019 ഭേദഗതി പ്രകാരം എത്ര പേരായി മെമ്പേഴ്സ്? ടോട്ടൽ മെമ്പേഴ്സ് 6 പേരായി. 6 പേര്, ചെയർമാൻ ഉൾപ്പെടെ, ഇൻക്ലൂഡിങ് ചെയർമാൻ ഉൾപ്പെടെ, അതായത് ചെയർമാനും 5 മെമ്പേഴ്സും കൂടി കൂടിയിട്ട് അങ്ങനെ 1+5, ഒരു ചെയർമാൻ പിന്നെ 5 മെമ്പേഴ്സ്, അങ്ങനെ 6 മെമ്പേഴ്സ് ആണ് ടോട്ടല്. 2019-ലാണ് അത് വന്നത്. അതിനു മുമ്പ് വരെ ഇതെന്താ എത്ര പേരായിരുന്നു? 5 പേരായിരുന്നു ഉണ്ടായിരുന്നു, ചെയർമാൻ ഉൾപ്പെടെ. 1+4 ആയിരുന്നു പ്രീവിയസ്ലി 1+4 ആയിരുന്നു. ചെയർമാൻ ഉൾപ്പെടെ 5 പേരായിരുന്നു. അത് 6 ആക്കി. അപ്പൊ നമ്മളോട് ചോദിക്കും 6 ആക്കിയത് ഏത് ഭേദഗതി പ്രകാരമാണ്? അപ്പൊ ഏത് ഭേദഗതിയാണ്? 2019 ഭേദഗതി പ്രകാരമാണ് മെമ്പേഴ്സ് 6 പേരാക്കിയത് എന്നോർക്കുക. അത് ചെയർമാൻ ഉൾപ്പെടെയാണ് 6 പേര്. 1+5 എന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പൊ നമുക്ക് ആ സ്ട്രക്ചർ എങ്ങനെയെന്ന് നോക്കാം. അതായത് 6 പെർമനന്റ് മെമ്പേഴ്സ് അതിലുണ്ട്. ഈ 6 പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതില് ചെയർമാനും അതേപോലെ തന്നെ ജുഡീഷ്യൽ മെമ്പേഴ്സും ഉണ്ട്, നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ്. അതായത് നമ്മളുടെ ഈ കമ്മിറ്റിയിൽ 6 പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്. പെർമനന്റ് മെമ്പേഴ്സ്. പെർമനന്റ് മെമ്പേഴ്സ് ആണ് 6 പേര്. അതില് ചെയർമാൻ എല്ലാം ജുഡീഷ്യൽ മെമ്പേഴ്സ് ആണ്. അതായത് ഈ 6 മെമ്പേഴ്സിലെ 6 മെമ്പേഴ്സും ഈ പറഞ്ഞ 6 മെമ്പേഴ്സും എന്താണ്? പെർമനന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്. അതില് ചെയർമാൻ, ഒരു ചെയർമാനെ കുറിച്ച് പറഞ്ഞില്ലേ, പെർമനന്റ് മെമ്പേഴ്സ് പറഞ്ഞ ചെയർമാൻ. ആ ചെയർമാന് ഉള്ള ഇത് എന്ന് വെച്ചാൽ മുമ്പ് റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാത്രമായിരുന്നു. 2019 ഭേദഗതി പ്രകാരം റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജായാലും മതി, ഓർ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അതല്ലെങ്കിലും. അപ്പൊ മുമ്പത്തെ ആദ്യത്തേതിൽ എന്തായിരുന്നു? ചെയർമാൻ ആരാകണമെന്നായിരുന്നു? നമ്മുടെ റിട്ടയേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത ആളായിരിക്കും മുമ്പ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ 2019 അമെന്റ്മെന്റ് പ്രകാരം റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജായാലും മതി, ചീഫ് ജസ്റ്റിസ് ആകണമെന്നില്ല. മനസ്സിലായോ? അപ്പോ ചെയർമാൻ ആരാകാം? റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജായാലും മതി. അതല്ല നമ്മൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി. മനസ്സിലായി? ഇതിൽ ആരെങ്കിലും ആകാം. ചെയർമാൻ. ഈ 6 പേര്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ 6 പേര് പെർമനന്റ് മെമ്പേഴ്സ് ആണ്.
അതിൽ ചെയർമാന്റെ കാര്യമാണ് പറഞ്ഞത്. ചെയർമാൻ ഒന്നില്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാം, അതല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ റിട്ടയർ ആയിട്ടുള്ള ജഡ്ജി ആവാം. രണ്ടും റിട്ടയർഡ് ആണ്. 2019 അമെന്റ്മെന്റ് വരുന്നതിന് മുമ്പ് അത് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമാണ് ചെയർമാൻ ആകാനായിട്ടുള്ള യോഗ്യത ഉണ്ടായിരുന്നത്. പക്ഷെ 2019 അമെന്റ്മെന്റ് പ്രകാരം അതിന് റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ് ആയാലും മതി എന്നുള്ളത് എഴുതി ചേർക്കപ്പെട്ടു. ഇനി നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സില് ബാക്കിയുള്ള, അതായത് ഇത് ജുഡീഷ്യൽ മെമ്പറാണ്, ചെയർമാൻ ജുഡീഷ്യൽ മെമ്പർ ആണല്ലോ, കാരണം ജഡ്ജാണ്, ജുഡീഷ്യൽ മെമ്പർ ആണ്. ഇനി ബാക്കിയുള്ളവരെല്ലാം 5 പേര് നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് ആണ്. അതിൽ ഒരെണ്ണം മസ്റ്റ് ബി വുമൺ എന്ന് എഴുതി ചേർത്തതും 2019 അപ്പൊ എന്താണ് അത് നമ്മൾ ഓർത്തിരിക്കുക. ഒരെണ്ണം മസ്റ്റ് ബി വുമൺ, ഒരെണ്ണം സ്ത്രീ ആയിരിക്കണം എന്നുള്ളത് എഴുതി ചേർത്തു. അങ്ങനെ ഇപ്പോ അതില് ആ സ്ത്രീ ഇത് വഹിക്കുന്നത് ജ്യോതിക കാർലെ ആണ്. ആരാണ്? ജ്യോതിക കാർലെ. ആദ്യമായിട്ട് വുമൺ, അതായത് ഒരെണ്ണം വുമൺ ആണെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് വുമൺ ഫാത്തിമ ബീവി ആണ്. ഫസ്റ്റ് വുമൺ എം ഫാത്തിമ ബീവി, എം ഫാത്തിമ ബീവി, എം ഫാത്തിമ ബീവി ആണ് ആദ്യത്തേത്. ഇപ്പോഴത്തേത് ജ്യോതിക കാർലെ. ഓർത്തിരിക്കുക, ജ്യോതിക കാർലെ ഇമ്പോർട്ടന്റ് ആണ്. ജ്യോതിക കാർലെ ഓർത്തിരിക്കുക. മുമ്പ് പിന്നെ ടെന്യൂറിൽ മാറ്റങ്ങൾ വന്നു. മുമ്പ് എന്ന് പറഞ്ഞാൽ 5 വർഷം, അതല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം അതാണ് മുമ്പുണ്ടായിരുന്നത്. ഇതിന്റെ കാലാവധി, ചെയർമാന്റെയും മെമ്പേഴ്സിന്റെയും കാലാവധി പറഞ്ഞിരുന്നത് മുമ്പ് 5 വർഷവും 5 years ഓർ 70 വയസ്സോ ആയിരുന്നു പറഞ്ഞിരുന്നത്, 70 years. അതേസമയം ഇപ്പോ അതിന്റെ ടെന്യൂർ 3 വർഷമോ അതല്ലെങ്കിൽ 70 വയസ്സോ ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്, 70 years ആയിട്ട്. അപ്പൊ 2019 വന്ന മാറ്റങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പൊ 2019 6 പെർമനന്റ് മെമ്പേഴ്സ് 6 ആക്കി നിജപ്പെടുത്തി. 5 ആയിരുന്നു, അത് 6 ആക്കി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതിൽ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി റിട്ടയേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിയോ മതി എന്ന് 2019 അമെന്റ്മെന്റിൽ പറയുന്നു. പിന്നെ ഒരു നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ്, അത് ജുഡീഷ്യൽ മെമ്പർ ആണ്. ഇനി 5 നോൺ ജുഡീഷ്യൽ മെമ്പർ ഉണ്ട്. അതിൽ നിർബന്ധമായിട്ടും ഒരു വുമൺ ഉണ്ടാകണമെന്ന് പറയുന്നു. ആ വുമൺ ആദ്യമായിട്ട് വന്നത് ജ്യോതിക, ആദ്യമായിട്ട് വന്നത് എം ഫാത്തിമ ബീവി ആണ്. ഇപ്പോഴത്തത് ജ്യോതിക കാർലെ ആണ് ആ വുമൺ മെമ്പർ ആയിട്ടുള്ളത്. അത് നോൺ ജുഡീഷ്യലിലാണ്. അപ്പൊ 2019 വന്ന മാറ്റമാണ് അതിൽ പറയുന്നത്. അതേപോലെ ഇതിന്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 7 നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ട് 7 പേര്. നമ്മളോട് ആ NHRCയുടെ മെമ്പേഴ്സ് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് 6. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 7 പേരുടെ കാര്യം പറയണം. അത് അസ്ഥിരാംഗങ്ങളാണ്, പെർമനന്റ് മെമ്പേഴ്സ് അല്ല. അപ്പോ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത് ആ കമ്മീഷനിൽ എത്ര പേരുണ്ടെന്നാണ്. അപ്പൊ അതിൽ പെർമനന്റ് ആയിട്ടുള്ളവരുടെ എണ്ണമാണ് നമ്മൾ പറയേണ്ടത്. അതേസമയം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു NHRCയുടെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എത്ര പേരാണെന്ന് ചോദിച്ചാൽ അവിടെ 7 പേര് നമ്മൾ പറയണം. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അസ്ഥിരാംഗങ്ങളാണ്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അസ്ഥിരാംഗങ്ങൾ, നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആണ്. പെർമനന്റ് അല്ലാത്ത മെമ്പേഴ്സ് എത്ര പേരാണ്? 7 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന്റെ കാര്യവും ഈ 2019 അമെന്റ്മെന്റിൽ ഉൾപ്പെടുത്തി പറയുന്നുണ്ട്. അതില് ഒന്നാമത്തെ ആ സ്ഥിരാംഗമായിട്ട് വരുന്നത് ചെയർമാൻ ഓഫ് ദി നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി. ആരാണ്? ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി. അതായത് ദേശീയ മൈനോറിറ്റി കമ്മീഷന്റെ ചെയർമാൻ ആണ് ഒരു അസ്ഥിരാംഗം.
അത് ഇപ്പോഴത്തത് ഹസൻ റിസ്വി ആണ്. ഓർത്തിരിക്കുക, ആരാണ്? ഹസൻ റിസ്വി. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് അതിന്റെ അകത്ത് കിട്ടി. ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി ഇപ്പോഴത്തത് ആരാണ്? ഹസൻ റിസ്വി ആണ്. അപ്പൊ അദ്ദേഹം അതിന്റെ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ഒരു അസ്ഥിരാംഗമാണ്, അഥവാ എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ്. അങ്ങനെ രണ്ടാമത്തെ ആളാരാണ്? ഇസ് എ ചെയർമാൻ ഓഫ് ദി നാഷണൽ കമ്മീഷൻ ഓഫ് ഫോർ SC ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ദേശീയ കമ്മീഷന്റെ ചെയർമാൻ ആണ് രണ്ടാമത്തത്. അതാരാണ്? വിജയ് സാംബ്ല. അപ്പൊ രണ്ടാമത്തത് ചെയർമാൻ ഫോർ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആരാണ് ഇപ്പോഴത്തത്? വിജയ് സാംബ്ല. നമ്മൾ പഠിച്ചതാണ്, വിജയ് സാംബ്ലയാണ്. അപ്പൊ രണ്ടാമത്തെ മെമ്പർ. ഇവരെല്ലാം ആരാണ്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ്. എത്ര പേരുണ്ട്? 7 പേരുണ്ട്. അതിൽ 2 പേരുടെ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി ചെയർപേഴ്സൺ ഫോർ ദി നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, പിന്നുള്ള ഒരു അസ്ഥിരാംഗം എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സൺ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ, വുമൺ കമ്മീഷൻ, നാഷണൽ വുമൺ കമ്മീഷന്റെ ചെയർപേഴ്സൺ. ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ രേഖ ശർമ്മ. രേഖ ശർമ്മയാണ് ഇപ്പോഴത്തെ ചെയർമാൻ. ചെയർപേഴ്സൺ ആണ് വനിതാ കമ്മീഷന്റെ. ആരാണ്? രേഖ ശർമ്മ. അപ്പോ ഇതും എന്താണ്? ഒരു എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ്. അപ്പൊ മൊത്തം എത്ര എക്സ് ഒഫീഷ്യോ ആണ്? 7. അപ്പൊ നമ്മളിപ്പോ എത്ര എണ്ണം പഠിച്ചു? 3 ആദ്യത്തേത് ആരാണ്? മൈനോറിറ്റിയുടെ ദേശീയ മൈനോറിറ്റി കമ്മീഷന്റെ ചെയർമാൻ ഒരു എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ്. അദ്ദേഹം ഇപ്പോഴത്തെ ആള് ഹസൻ റിസ്വി ആണ്. പിന്നെ രണ്ടാമത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ആ ചെയർമാൻ എന്താണ്? അതും ഒരു എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ്. അദ്ദേഹം ഇപ്പോഴത്തേത് വിജയ് സാംബ്ലയാണ്. പിന്നെ മൂന്നാമത്തേത് ആരാണ് നമ്മൾ പഠിച്ചത്? ചെയർപേഴ്സൺ ഫോർ വുമൺ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. അവരും എന്താണ്? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്. അതാരാണ്? അത് രേഖ ശർമ്മ. ഇനി ആരാണ്? നാഷണൽ കമ്മീഷൻ ചെയർമാൻ ഫോർ ST ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ചെയർമാൻ, നാഷണൽ കമ്മീഷൻ ചെയർമാൻ ഷെഡ്യൂൾഡ് ട്രൈബിന്റേതും എക്സ് ഒഫീഷ്യോ മെമ്പർ ആണ്. ഇപ്പോഴത്തെ ആള് ഹർഷ ചൗഹാൻ. ആരാണ്? ഹർഷ ചൗഹാൻ ആണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ നാഷണൽ കമ്മീഷന്റെ ചെയർമാൻ, ദേശീയ കമ്മീഷൻ ഫോർ STയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആണ് ആര്? ഹർഷ ചൗഹാൻ. അപ്പോ ഈ ഭേദഗതി 2019 ഭേദഗതി വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞ 4 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് നമ്മുടെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട്. പക്ഷേ 2019 ഭേദഗതി വന്നതിന് ശേഷം ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയും കൂടി ഉൾപ്പെടുത്തി, ബാക്ക്വേർഡ് ക്ലാസസിനെയും കൂടി ഉൾപ്പെടുത്തി. അപ്പൊ എന്താണ്? 5ാമത്തെ. അപ്പൊ ഇത് 4ആയി. 4 പേരാണ് അമെന്റ്മെന്റ് വരുന്നതിന് മുമ്പ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഭേദഗതി വന്നപ്പോഴാണ് 7 ആക്കിയത്. അപ്പൊ 5ാമത് വരുന്ന ആള്, 5ാമത്തെ ആള് നാഷണൽ ചെയർമാൻ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, പിന്നോക്ക കമ്മ്യൂണിറ്റിയുടെ ദേശീയ കമ്മീഷന്റെ ചെയർമാൻ. ഇപ്പോഴത്തെ ആള് ഭഗവാൻ ലാൽ സാഹിനി ആണ് ഇപ്പോഴത്തെ ദേശീയ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, പിന്നോക്ക കമ്മ്യൂണിറ്റിയുടെ കമ്മീഷന്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ളത് ഭഗവാൻ ലാൽ സാഹിനിയാണ്. ആരാണ്? ഭഗവാൻ ലാൽ സാഹിനിയാണ്. അപ്പൊ 5 പേരായി. ഇനി എത്ര പേരുണ്ട്? 7 പേര് മൊത്തമുണ്ട്. ഇനി 6ാമത്തെ ആള് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്.
കുട്ടികളുടെ റൈറ്റ് അവകാശം സംരക്ഷിക്കുന്ന കമ്മീഷന്റെ ദേശീയ ചെയർമാൻ ഇപ്പോഴത്തത് സ്തുതി കാക്കർ ആണ്. സ്തുതി. അപ്പൊ എന്താണ് ചെയർമാൻ? എന്തിന്റെ ചെയർമാനാണ്? നാഷണൽ കമ്മീഷൻ ഫോർ ചൈൽഡ് റൈറ്റ്, കുട്ടികളുടെ അവകാശത്തിന്റെ. ആരാണ് ഇപ്പോഴത്തത്? സ്തുതി. സ്തുതി എന്ന് ഓർക്കുക. സ്തുതി കാക്കർ. സ്തുതി കാക്കർ. സ്തുതി പറയണം. അപ്പൊ ചെയർമാനാണ് നാഷണൽ കമ്മിറ്റി ഫോർ ചൈൽഡ് റൈറ്റിന്റെ സ്തുതി കാക്കർ ആണ്. ഇനി ഒരാൾ കൂടി വേണം. ഏഴാമത്തെ ആള് കമ്മീഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. ഡിസബിലിറ്റി കമ്മീഷൻ ഫോർ എങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഡിസബിലിറ്റി പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ, അതിന്റെ ചെയർമാൻ ഇപ്പോഴത്തത് കമലേഷ് പാണ്ഡെ. അപ്പൊ ഏഴാമത്തത് ചെയർമാൻ എന്തിന്റെ ചെയർമാനാണ്? പേഴ്സൺസ് ഫോർ ഡിസബിലിറ്റി കമ്മീഷന്റെ. ഡിസബിലിറ്റി. ഇപ്പോഴത്തെ ആളാരാണ്? ഇപ്പോഴത്തെ ആള് കമലേഷ് പാണ്ഡെ. കമലേഷ് പാണ്ഡെ. അപ്പൊ കമലേഷ് പാണ്ഡെയാണ്. അപ്പൊ ഇങ്ങനെ 7 പേരാണ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലുള്ള ഇപ്പോ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് ഈ സംഭവം ഒന്ന് പഠിച്ചു നോക്കാം. അതായത് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. ഓർത്തിരിക്കുക. അപ്പൊ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. എങ്ങനെയുള്ള ബോഡിയാണ്? ഒരു സ്വതന്ത്രമായിട്ടുള്ള ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. നമ്മളുടെ ഹ്യൂമൻ റൈറ്റിനെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറയുന്നില്ല. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റില്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ പറയാതെ പറയുകയാണ് എന്തിനെപ്പറ്റി? ഹ്യൂമൻ റൈറ്റിനെ പറ്റി. അതായത് ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്ന് സൂചിപ്പിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്തിനെ പറ്റിയാണ്? നമ്മുടെ ഹ്യൂമൻ റൈറ്റിനെ പറ്റിയാണ് എന്ന് ഓർക്കുക. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇന്ന ആർട്ടിക്കിളിൽ ഹ്യൂമൻ റൈറ്റ് പറയുന്നു എന്ന് പറയുന്നില്ല. പകരം ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെടുത്തി റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ എന്ന് പറയുന്നു. അതെന്തിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? നമ്മുടെ ഹ്യൂമൻ റൈറ്റിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പൊ 1948 ഡിസംബർ 10 പാരീസിൽ വെച്ച മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നു. ഒരു ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ നടന്നു. ആ ഡിക്ലറേഷനിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിക്കേണ്ടതിന്റെ സാധ്യതകളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടത്. അതുമാത്രമല്ല, ആ ഡിസംബർ 10 ആണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ പാരീസിൽ വെച്ച മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എന്നാണ്? 1947 സ്വാതന്ത്ര്യം കിട്ടി. അതിന് കഴിഞ്ഞിട്ട് പിറ്റേ വർഷത്തിലാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത് 1948 ഡിസംബർ 10 ആ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം, ഹ്യൂമൻ റൈറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. എവിടെ വെച്ചാ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്? പാരീസിൽ വെച്ചാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. അതിനുശേഷമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നമ്മുടെ ഇവിടെ രൂപീകരിക്കുന്നത്. അപ്പോ 1993 നമ്മുടെ ഇവിടെ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം നടക്കുന്നത്. 1993 28 സെപ്റ്റംബറിലാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആക്ട് പാസ്സാക്കുന്നത്. 93 28 സെപ്റ്റംബറിൽ. ഇനി അങ്ങനെ അതിന്റെ കീഴിൽ ആ ആക്ട് പ്രകാരം ഒരു കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 12 ഒക്ടോബർ 1993. അപ്പൊ ആക്ട് വരുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 28 1993.
പാരമ്പര്യത്തിൽ. അതിനെ ചുവട് വെച്ചിട്ട് അതിന് ബേസ് ചെയ്തുകൊണ്ടാണ് കമ്മീഷൻ വരുന്നത്. എന്ന് 1 മാസം കഴിഞ്ഞ് 12 ഒക്ടോബർ മാസത്തിൽ, സെപ്റ്റംബറിലാണ് ആക്ട് വരുന്നത്. ഒക്ടോബർ 12-ാം തീയതി 1993 ഒക്ടോബർ 12-ാം തീയതി നമ്മുടെ ഇവിടെ ഒരു ആക്ട് വരുന്നു. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വരുന്നു. കമ്മീഷൻ ഇവിടെ വരുവാണ്. അപ്പോൾ അത് കാലാകാലങ്ങളിൽ പല പല കമ്മീഷനുകളും അത് പല പല ആക്ടുകളും നമ്മളിവിടെ അമെൻഡ് ചെയ്യുന്നെന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആക്ട് അമെൻഡ് ചെയ്തു 2 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 2. 2006-ലും 2019-ലും അതിന്റെ ഭേദഗതി വന്നു. അതിൽ 2019-ലെ ഭേദഗതിയെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 2019 ആ ഭേദഗതി ലോകസഭ പാസ്സാക്കുന്നത് 2019. അപ്പൊ ഓർക്കുക, 19 തന്നെയാണ്. ഡേറ്റ് 19 ജൂലൈയിലാണ്. 19 ജൂലൈ 19-നാണ് എന്ത് ലോകസഭ അത് ആ അമെൻമെന്റ് പാസ്സാക്കുന്നത്. ഇനി രാജ്യസഭ പാസ്സാക്കുന്നത് 3 ദിവസം കൂടി കഴിഞ്ഞിട്ട് ജൂലൈയിൽ തന്നെ 2019 ജൂലൈ 22 രാജ്യസഭ പാസ്സാക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കൂടി കഴിയുമ്പോൾ 5 ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ പ്രസിഡന്റ് ഒപ്പിടുന്നത്. 27, അതായത് 3, അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 ദിവസം കഴിയുമ്പോൾ 27 പ്രസിഡന്റ് സൈൻ ചെയ്യും. ഇനി അത് ഇവിടെ കെയിം ഇൻ ടു ഫോഴ്സ് പ്രാബല്യത്തിൽ വരുന്നത് വീണ്ടും ഓഗസ്റ്റ് 2-നാണെന്ന് ഓർക്കുക. ജൂലൈയിൽ നടന്ന സംഭവം ഓഗസ്റ്റിലാണ് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിക്കണം. അപ്പൊ എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് ആക്ടിന്റെ പിൻബലത്തിൽ 1948 ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം പാരീസിൽ നടക്കുന്നു. അതിനെ ചുവട് പിടിച്ചിട്ട് എല്ലായിടത്തും നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഡേ എല്ലായിടത്തും ആചരിച്ചു. അതേപോലെ ഒരു കമ്മീഷൻ രൂപീകരിക്കേണ്ട ആവശ്യകതയെല്ലാം വന്നു. അതിനുശേഷമാണ് നമ്മളിൽ ഇവിടെ ഒരു ആക്ട്, ഒരു നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആക്ട് വരുന്നത് ഇവിടെ 93-ൽ മാത്രമാണ്. ആ 93-ൽ എന്ന് പറയുമ്പോൾ 28 സെപ്റ്റംബർ 1993 ഇത് ഒരു ആക്ട് വരുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കമ്മീഷൻ ഇവിടെ രൂപീകരിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 12 ഒക്ടോബർ 1990. കമ്മീഷൻ വരുന്നത് എന്നാണ് 12 ഒക്ടോബർ 1993. ആക്ട് വരുന്നത് സെപ്റ്റംബർ 28 1993 എന്നാണ്. കമ്മീഷൻ നിലവിൽ വരുന്നത് 12 ഒക്ടോബർ 1900. അതിന് വേണ്ടിയിട്ടുള്ള ആക്ട് മുമ്പേ വന്നു. ആ ആക്ടിലാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിക്കണതിന്റെ ആവശ്യകതയെല്ലാം പറയുന്നത്. അത് വന്നത് എന്നാണ് 12 ഒക്ടോബർ 1993 അങ്ങനെ ഒരു കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വരുന്നത്. ഇനി അത് കാലാകാലങ്ങളിൽ ഓരോ ആക്ടുകളും അമെൻമെന്റ് വരും. അങ്ങനെ നമ്മുടെ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ 28 സെപ്റ്റംബറിൽ പാസ്സാക്കിയ ആ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലും ഭേദഗതി വന്നു 2 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 2. 2006-ലും 2019-ലും അതിന്റെ ഭേദഗതി വന്നു. അതിൽ 2019-ലെ ഭേദഗതിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഭേദഗതി 2 സഭകളും പാസ്സാക്കണ്ടേ, എന്നിട്ട് പ്രസിഡന്റ് ഒപ്പിടണം. അപ്പൊ ലോകസഭ പാസ്സാക്കുന്നത് 2019-ലെ അമെൻമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ 19-ൽ തന്നെ ഉള്ള 19-ാം തീയതിയാണ്, ജൂലൈ മാസത്തിലാണ്. 2019 ജൂലൈ 19-ന് ലോകസഭ പാസ്സാക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 3 ദിവസം കൂടി കഴിയുമ്പോൾ 2019 തന്നെ ജൂലൈ തന്നെ 19-ന്റെ കൂടി ഒരു 3 ദിവസം കൂടി കൂട്ടി 22-ന് രാജ്യസഭ പാസ്സാക്കുന്നു. രാജ്യസഭ പാസ്സാക്കിയതിനു ശേഷം വീണ്ടും ഒരു 5 ദിവസം കഴിയുമ്പോൾ പ്രസിഡന്റ് അതിൽ ഒപ്പിടുവാണ്. അപ്പൊ എന്താണ്? 2019 ജൂലൈ 27-ന്. ഇനി അത് പ്രാബല്യത്തിൽ വരണ്ടേ? ഒപ്പിട്ടുകൊണ്ട് കാര്യമായില്ലല്ലോ, അത് പ്രാബല്യത്തിൽ വരണം. അത് കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ് ഓഗസ്റ്റിലാണ്. 2019 ഓഗസ്റ്റ് 2-നാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി ആ ഭേദഗതിയിൽ വന്ന സമൂലമായ മാറ്റങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തൊക്കെയാണ് ആ 2019-ലെ ഭേദഗതിയിൽ വന്ന പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പ്രകാരം അംഗങ്ങളുടെ എണ്ണം, ടോട്ടൽ അംഗങ്ങൾ ആദ്യത്തെ ആക്ട്, അതായത് നമ്മുടെ പാരന്റ് ആക്ട് 93-ൽ വന്നു. ഈ പാരന്റ് ആക്ട് പ്രകാരം 5 അംഗങ്ങളാണ്, പെർമനന്റ് അംഗങ്ങളാണ് അതിനുണ്ടായിരുന്നത്. എന്തിന്? ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്. പക്ഷേ 2019-ലെ ഭേദഗതി പ്രകാരം അതിലെ അംഗങ്ങളുടെ എണ്ണം ഒരാളുകൂടി കൂടി, ചെയർമാൻ ഉൾപ്പെടെ 6 പേരായി. മുമ്പുണ്ടായിരുന്നത് എത്ര പേരാണ്? ചെയർമാൻ ഉൾപ്പെടെ 5 പേരായിരുന്നു. പക്ഷേ ഇപ്പൊ
എത്ര പേരായി? ചെയർമാൻ ഉൾപ്പെടെ ഒരാൾ കൂടി 6 പേരായി. പിന്നെ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ മുമ്പുള്ളതിൽ, അതായത് നമ്മുടെ പാരന്റ് ആക്ട് 93 പാരന്റ് ആക്ട് പ്രകാരം നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ചെയർമാനായുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണമെന്നായിരുന്നു. പക്ഷെ അതും 2019 ഭേദഗതി നടത്തിയിട്ട് എന്താണ്, റിട്ടയേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജി ആയാലും മതി, ചീഫ് ജസ്റ്റിസ് ആകണമെന്നില്ല എന്ന് എഴുതി ചേർത്തു. അപ്പൊ 2 പേർക്ക് ക്വാളിഫൈഡ് ആണ്. ആരൊക്കെയാണ്? റിട്ടയേർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആയാലും മതി, റിട്ടയേർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ് ആയാലും മതി. ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഉദ്ദേശിക്കുന്നത്, ഹൈക്കോർട്ട് അല്ല. അപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ, അപ്പൊ അതാണ് 2019 അമെന്റ്മെന്റിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് ആണ്. ഒന്ന്, അംഗങ്ങളുടെ എണ്ണം എത്രയാക്കി? 6 ആയി മാറി, ചെയർമാൻ ഉൾപ്പെടെ 6 ആയി. രണ്ടാമത്തെ എന്താണ്? അതിലെ ജുഡീഷ്യൽ മെമ്പർ, അതായത് 2 രീതിയിലാണ് പെർമനന്റ് മെമ്പേഴ്സ്. 6 പേരുള്ളതിൽ ജുഡീഷ്യൽ മെമ്പറും ഉണ്ട്, നോൺ ജുഡീഷ്യൽ മെമ്പറും ഉണ്ട്. അപ്പൊ ജഡ്ജസുമാരടങ്ങിയതാണ് ജുഡീഷ്യൽ. അപ്പൊ ജഡ്ജസുമാരിലെ ചെയർമാനാണ് എന്ത്, നമ്മളുടെ ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജ് റിട്ടയേർഡ് ആവാം, അല്ലെങ്കിൽ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും ആകാം. അപ്പൊ അതാണ് പെർമനന്റ് മെമ്പറിൽ ചെയർമാനായിട്ട് വരുന്നത്. ഇനി അതില് നോൺ ഒഫീഷ്യൽ നോൺ പെർമനന്റ്, മറ്റേ അതിൽ തന്നെ നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ്, ഇത് ജുഡീഷ്യൽ മെമ്പേഴ്സ് ആണ്. അതില് നിർബന്ധമായിട്ടും ബാക്കിയുള്ള 5 പേരില് നിർബന്ധമായിട്ടും ഒരു ലേഡിയെ കൂടി ഉൾപ്പെടുത്തണം, ഒരു വിമനെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞത് 2019 അങ്ങനെ ഉൾപ്പെടുത്തിയ ഇപ്പോഴുള്ള പ്രസന്റ് വുമൺ മെമ്പർ ആരാണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പറയണം ആരാണ്? ജ്യോതിക കാർലെ. ആരാണ്? ജ്യോതിക കാർലെ. ഇപ്പോഴുള്ള നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലുള്ള വുമൺ മെമ്പറിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ജ്യോതികയാണ്. ജ്യോതിക കാർലെ. എന്താണ്? കാറിൽ വന്ന ജ്യോതിക, ജ്യോതിക കാർലെ ആണ് എന്ത്, ഇപ്പോഴത്തെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ഇപ്പോഴുള്ള വനിതാ മെമ്പറാണ് ജ്യോതിക കാർലെ. 2019 ഭേദഗതി പ്രകാരമാണ് ഈ ജ്യോതിക കാർലേനെ എന്തിൽ ഉൾപ്പെടുത്തിയത്? നമ്മുടെ ഈ ഇതിലുള്ള മെമ്പേഴ്സിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഒരു വുമണിനെ ഉൾപ്പെടുത്തണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഇപ്പോഴത്തെ പ്രസന്റ് ആരാണ്? ജ്യോതിക കാർലെ. ആദ്യമായിട്ടുള്ള മെമ്പർ എം ഫാത്തിമ ബീവി, ഫസ്റ്റ് മെമ്പർ. അങ്ങനെ ജോയിൻ ചെയ്യിക്കണമെന്ന് പറഞ്ഞ് 2019 ഭേദഗതി വന്ന ശേഷമുള്ള ആദ്യത്തെ മെമ്പർ ചോദിച്ചാൽ എം ഫാത്തിമ ബീവിയാണ്. ഇപ്പോഴത്തെ മെമ്പർ ചോദിച്ചാൽ ജ്യോതിക കാർലെയാണ്. പിന്നെ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ 2019 ഭേദഗതി പ്രകാരം ഇവരുടെ ടെന്യൂർ, ഇവരുടെ കാലാവധി ആദ്യത്തേതില് 5 വർഷം അഥവാ 70 വയസ്സ് തികയുന്നു, അതായിരുന്നു. പിന്നീട് ഇപ്പോഴത്തെ 2019 ഭേദഗതി പ്രകാരം അത് ചുരുക്കി 5 എന്നുള്ളത് 3 വർഷം, 3 വർഷമോ 70 വയസ്സോ, 3 വർഷമോ 70 വയസ്സോ എന്നാക്കി നിജപ്പെടുത്തി. അപ്പൊ അത് വലിയൊരു മാറ്റമാണ്. അപ്പൊ ഇപ്പൊ നമ്മളോട് ചോദിക്കാം, ഇപ്പോഴുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം 3 വർഷം. 5 വർഷമല്ല, 3 വർഷം. വയസ്സ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന 7. വയസ്സിൽ മാറ്റമില്ല. മുമ്പും 70 ആയിരുന്നു, ഇപ്പോഴും 70 പക്ഷെ നമ്മുടെ വർഷം മുമ്പത്തേൽ 5 ആയിരുന്നു, ഇപ്പോ 3 വർഷമാണെന്ന് ഓർക്കുക. പിന്നെ അതില് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ പെർമനന്റ് മെമ്പേഴ്സ്, അസ്ഥിരാംഗങ്ങൾ. അങ്ങനെ 4 അംഗങ്ങളാണ് 2019 അമെന്റ്മെന്റിന് മുമ്പുണ്ടായിരുന്നത്. ആ 4 അംഗങ്ങൾ ആരൊക്കെയാണ്? ഒന്ന്, ചെയർമാൻ, നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ചെയർമാൻ, ദേശീയ കമ്മീഷന്റെ ചെയർമാൻ വേണം. അതേപോലെ മൈനോറിറ്റി കമ്മീഷന്റെ ചെയർമാൻ വേണം, STയുടെ ചെയർമാൻ വേണം. അതേപോലെ തന്നെ വുമൻസ് കമ്മീഷന്റെ അധ്യക്ഷ വേണം. ഇവർ 4 പേരുമായിരുന്നു 2019 മുമ്പുണ്ടായിരുന്നത്. പക്ഷെ 2019 ശേഷം ഇവരെ കൂടാതെ 3 പേരെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞതാണ് ആ അമെന്റ്മെന്റ്. അതിൽ ഒരാൾ ആരായിരിക്കണം? ഒരാൾ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ നാഷണൽ ചെയർമാൻ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, പിന്നോക്ക കമ്മ്യൂണിറ്റിയുടെ നാഷണൽ ചെയർമാൻ. പിന്നെ ഉള്ളത് ഒരു ഡിസേബിൾഡ് പേഴ്സണെ കുറിച്ചുള്ള കമ്മീഷന്റെ ചെയർമാൻ. പിന്നെ ചൈൽഡ് റൈറ്റിന്റെ ദേശീയ ചെയർമാൻ, കമ്മീഷന്റെ ദേശീയ
ചെയർമാനും ഇതിലെ അംഗങ്ങളായിരിക്കണം എന്ന് പറഞ്ഞ് ഉൾപ്പെട്ടു. അപ്പൊ നമ്മൾ അതില് എക്സ് ഒഫീഷ്യോ മെമ്പർ അപ്പൊ എത്ര പേരായി? മൊത്തം 7 പേര് എന്ന് പറഞ്ഞ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 2019 ഭേദഗതി. അങ്ങനെ 2019 ഭേദഗതി പ്രകാരം ആദ്യത്തെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ളത് ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഹസൻ റിസ്വി. ആരാണ്? ഹസൻ റിസ്വി ആണ്. നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഇപ്പോഴത്തെ ദേശീയ ചെയർമാൻ ആരാണ്? നമ്മുടെ വിജയ് സാംപ്ല. ഇനി വുമൻസ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? രേഖാ ശർമ്മയാണ് ഇപ്പോഴത്തെ വനിതാ കമ്മീഷന്റെ ചെയർമാൻ. രേഖാ ശർമ്മയാണ് എന്നോർക്കുക, രേഖാ ശർമ്മ. പിന്നെ ഉള്ളത് ആരാണ്? പിന്നെ STയുടെ നാഷണൽ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഹർഷ ചൗഹാൻ ആണ്. അതേപോലെ പിന്നെ അത് 4 പേര് മുമ്പ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പൊ 5, 6, 7. അഞ്ചാമത്തെ ആരാണ്? നമ്മുടെ ഭഗവാൻ ലാൽ സാഹിനിയാണ് ബാക്ക്വേർഡ് കമ്മിറ്റിയുടെ നാഷണൽ ചെയർമാന്റെ പേരെന്താണ്? ഭഗവാൻ ലാൽ സാഹിനി. ആരാണ്? ഭഗവാൻ ലാൽ സാഹിനി. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ നാഷണൽ കമ്മീഷൻ ചെയർമാൻ, നാഷണൽ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഭഗവാൻ ലാൽ സാഹിനി. അതേപോലെ തന്നെ ചെയർമാൻ ഫോർ നാഷണൽ കമ്മീഷൻ ഫോർ ചൈൽഡ് റൈറ്റ്, കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്ന ദേശീയ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? സ്റ്റുട്ടി കാക്കർ. ആരാണ്? സ്റ്റുട്ടി കാക്കർ. സ്റ്റുട്ടി കാക്കർ ആണ് ദേശീയ ചൈൽഡ് റൈറ്റ് കമ്മീഷന്റെ അധ്യക്ഷ. ആരാണ്? സ്റ്റുട്ടി കാക്കർ ആണ്. അതേപോലെ ഡിസബിലിറ്റി പേഴ്സന്റെ കമ്മീഷന്റെ ദേശീയ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നമ്മുടെ കമലേഷ് പാണ്ഡെ. ഇതൊന്നും ധരിക്കാൻ പറ്റാത്ത വാക്കുകളും പേരുകളും ഒക്കെയാണ്, പക്ഷെ പഠിക്കാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ ഒരു പ്രാവശ്യം കൂടി നമുക്ക് പഠിക്കാം. നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നാഷണൽ കമ്മീഷന്റെ ആരാണ്? ഒന്ന് പറഞ്ഞു നോക്കി. ആരാണ്? വിജയ് സാംപ്ല. വിജയ് സാംപ്ലയാണ് നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ. STയുടെ ആരാണ്? ഷെഡ്യൂൾഡ് ട്രൈബിന്റെ നാഷണൽ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? STയുടെ ആരാണ്? STയുടെ നമ്മുടെ ഹർഷ ചൗഹാൻ. ആരാണ്? ഹർഷ ചൗഹാൻ. ഷെഡ്യൂൾഡ് ട്രൈബിന്റെ നാഷണൽ കമ്മീഷന്റെ ചെയർമാന്റെ പേര് ഹർഷ ചൗഹാൻ. ആരാണ്? ഹർഷ ചൗഹാൻ. പിന്നെ വുമൻസ് കമ്മീഷന്റെ ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? നമ്മുടെ രേഖാ ശർമ്മ. പിന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ നാഷണൽ കമ്മീഷന്റെ ഇപ്പോഴത്തെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. അപ്പൊ ഭഗവാനെ കുറിച്ച് ഓർക്കണം. ഭഗവാൻ ലാൽ സാഹിനി. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ബി, ബാക്ക്വേർഡ്. അപ്പൊ ഭഗവാൻ ലാൽ സാഹിനി. അപ്പൊ ബാക്ക്വേർഡ് പിന്നോക്കത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഭഗവാനെ കുറിച്ച് ഓർക്കുക. അയ്യോ ഭഗവാനെ ഈ പിന്നോക്കാവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും മുന്നോട്ടാക്കണേ. അപ്പൊ ഭഗവാനെ നമുക്ക് കിട്ടും. അപ്പൊ ഭഗവാൻ ലാൽ സാഹിനി എന്തിന്റെയാണ്? ഭഗവാൻ എപ്പോഴാ വരുന്നത്? പിന്നോക്കാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ നാഷണൽ കമ്മീഷന്റെ ചെയർമാന് കാര്യം ഓർക്കുമ്പോൾ നമ്മൾ ആരെ കുറിച്ച് ഓർക്കണം? ഭഗവാൻ ലാൽ സാഹിനിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ ചെയർമാൻ. ആരാണ്? ഭഗവാനെ ഈ പിന്നോക്കത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഓർത്താൽ മതി. ഭഗവാൻ ലാൽ സാഹിനി. ഇനി ചൈൽഡ് റൈറ്റ്, കുട്ടികളുടെ നാഷണൽ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കുട്ടികൾ എന്തായാലും ഈ പറഞ്ഞ പോലെ അടങ്ങി ഒതുങ്ങി ഇരിക്കലൊക്കെ വളരെ പ്രയാസമാണ്. കാരണം അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന കുട്ടികളെ ആണെങ്കിൽ സ്തുതിക്കണം നമ്മൾ. അപ്പൊ സ്തുതി കാക്കർ. അപ്പൊ ചെയർമാൻ ഓഫ് നാഷണൽ കമ്മിറ്റി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുട്ടികൾ കിടന്ന് ഓടലാണ്. ഇനി അടങ്ങി ഒതുങ്ങി ഇരിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം ആ പിള്ളേരെ. അപ്പൊ അതുകൊണ്ട് സ്തുതി കാക്കറാണ് ചൈൽഡ് റൈറ്റ് കമ്മീഷന്റെ നാഷണൽ ചെയർമാൻ. ആരാണ്? നാഷണൽ കമ്മീഷൻ. അപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ ചൈൽഡ് റൈറ്റ് ചോദിച്ചാൽ നമ്മൾ ഓർക്കണം, കുട്ടികളാവുമ്പോൾ അടങ്ങിയിരിക്കില്ല, എപ്പോഴും കുസൃതികൾ ഉണ്ടാവും. അങ്ങനെ അടങ്ങിയിരിക്കുന്ന കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്തുതിക്കണം അല്ലെ. അപ്പൊ സ്തുതി കാക്കറാണ് അതിന്റെ ചെയർമാൻ. ഇനി ഡിസബിലിറ്റി പേഴ്സന്റെ ചെയർമാൻ ആരാണ്? അത് കമലേഷ് പാണ്ഡെ.
ഡിസബിലിറ്റി. പാണ്ടൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു ഡിസേബിൾഡ് ആയിട്ട് തോന്നൂലേ പാണ്ട്, അപ്പൊ പാണ്ഡെ. അപ്പൊ കമലേഷ് പാണ്ഡെ, മനസ്സിലായി? അതൊരു ഡിസബിലിറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ, ഒരു പാണ്ട് വരുന്നത്, കയ്യിലും കാലിലും ഒക്കെ പാണ്ട് വരുന്നത്. അപ്പൊ കമലേഷ് പാണ്ഡെ എങ്ങനെയുള്ള ആളാണ്? ഡിസബിലിറ്റി കമ്മീഷന്റെ ചെയർമാനാണ്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടി അല്ലെ. അപ്പൊ ഒന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അത് കിട്ടിയിരിക്കും നമുക്ക്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. അതായത് നമ്മുടെ ദേശീയ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കാരണം നമ്മൾ ആ തസ്തികക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നവരായതുകൊണ്ട് അത് പഠിച്ചു. ആരാണ്? നല്ല സാമ്പിളനാണല്ലേ, വിജയ് സാമ്പിളെ, ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ വിജയ് സാമ്പിളെ. ഇനി നമ്മൾ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ, ആ കമ്മീഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താ ആലോചിക്കണം എന്ന് പറഞ്ഞു? അയ്യോ ഭഗവാനെ, ഈ പിന്നോക്കാവസ്ഥയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഭഗവാൻ ലാൽ സാഹിനി, ഭഗവാൻ ലാൽ സാഹിനിയാണ് വരുന്നത്. ഇനി ചൈൽഡ് റൈറ്റ് കമ്മീഷന്റെ ചെയർമാനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കുട്ടികൾക്ക് കുസൃതിയുണ്ട്. ആ കുസൃതിയുള്ള കുട്ടികൾ ഓടിച്ചാടി നടക്കുമ്പോൾ ഓടിച്ചാടാത്ത കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം. അപ്പൊ സുധി കാക്കർ ആണ് അതിന്റെ ചെയർമാനായിട്ട് വരുന്നത്. ഇനി ഡിസബിലിറ്റി കമ്മീഷൻ ആണ്. ഡിസബിലിറ്റി ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പാണ്ടൊക്കെ വരും, മനസ്സിലായി? അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പാണ്ഡേനെ കുറിച്ച് ഓർക്കുക. അപ്പൊ ആരാണ്? കമലേഷ് പാണ്ഡെ. കമലേഷ് പാണ്ഡെയാണ് ഡിസബിലിറ്റി കമ്മീഷൻ. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി കമ്മീഷന്റെ ദേശീയ അധ്യക്ഷൻ ആരാണ്? അത് ഹസൻ റിസ്വി ആണ്. മൈനോറിറ്റി കമ്മീഷന്റെ ഹസൻ റിസ്വി, അത് അങ്ങനെ തന്നെ പഠിക്കുക. ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എന്താണ്? ഹസൻ റിസ്വി ആണ് മൈനോറിറ്റി കമ്മീഷന്റേത്. അത് അതേപോലെ തന്നെ പഠിക്കുക. അതേപോലെ ചെയർപേഴ്സൺ ഓഫ് വുമൺ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? രേഖാ ശർമ്മയാണ് വുമൺ കമ്മീഷന്റെ ചെയർപേഴ്സൺ. എസ്-ടിയുടെ ആരാണ്? എസ്-ടിയുടെ നമ്മുടെ സാമ്പിളനാണെന്നൊക്കെ പറഞ്ഞു. എസ്-ടിയുടെ ആരാണ്? ഹർഷ ചൗഹാൻ. എസ്-ടിയുടെ ആരാണ്? ഹർഷ ചൗഹാൻ ആണ് എസ്-ടിയുടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അപ്പൊ ഒരു ആവർത്തി ഒന്ന് പറഞ്ഞു നോക്കാം. എല്ലാവരും മൈക്ക് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോവും. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. അപ്പോ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വന്നത് എന്നാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വന്നത് 1948. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് എന്നാണ് 1993 ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ബോധപൂർവം ഓണാക്കാത്തതാണോ? കേൾക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഓണാക്കാത്തതാണോ? അപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്നാ വന്നത് 1993 നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വരുന്നത്. ആ കമ്മീഷന്റെ ഇത് പ്രകാരം എത്ര പ്രാവശ്യം അമെൻഡ് ചെയ്തു? ആ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആക്ട് 2 പ്രാവശ്യം അമെൻഡ് ചെയ്തു. ഏതൊക്കെ വർഷങ്ങളിലാണ് അമെൻമെന്റ് വന്നത്? 2006 2019 വന്നത്. 2019 വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് നമ്മൾ പഠിക്കുക. എന്നാണ് അത് ലോകസഭ പാസാക്കിയത്? ലോകസഭ 2019 തന്നെ ജൂലൈ 19. രാജ്യസഭ പാസാക്കിയത് എന്നാണ്? 2019 3 ദിവസം കഴിയുമ്പോൾ ജൂലൈ 22. ഇനി എന്നാണ് അത് പ്രസിഡന്റ് ഒപ്പിടുന്നത്? 5 ദിവസം കൂടി കഴിയുമ്പോൾ 2019 ജൂലൈ 25. ജൂലൈ 27. ഇനി അത് കെയിം ഇൻടു ഫോഴ്സ് എന്നാണ് പ്രാബല്യത്തിൽ വരുന്നത്? ഓഗസ്റ്റിലാണ് അല്ലെ? ഓഗസ്റ്റ് 2019 ഓഗസ്റ്റ് 2. അതിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? അതായത് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിൽ ഇപ്പൊ നിലവിൽ എത്ര മെമ്പേഴ്സ് ആണുള്ളത്? പെർമനന്റ് മെമ്പേഴ്സ് 6 ആണ്. നമ്മളോട് പെർമനന്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. മെമ്പേഴ്സ് എന്ന് പറഞ്ഞാലും ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് ഈ 6 പേരെയാണെന്ന് ഓർക്കുക. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എടുത്ത് ചോദിച്ചാൽ നമ്മൾ എത്ര പേര് പറയണം? 7 ആണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് പറയേണ്ടത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അതിന്റെ തുടക്കത്തിൽ ഇനിഷ്യലി അത് ആ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ ഇനിഷ്യലി എത്ര പേരായിരുന്നു അതിലെ മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്? 5 പേരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരു നിമിഷം ബാങ്ക് കൊടുക്കുന്നുണ്ട്.
നമ്മളുടെ അപ്പം മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് ഇത് രൂപീകരിക്കുന്ന എന്നാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10-നാണ്. അപ്പോൾ ആ പ്രഖ്യാപനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ പാരീസിൽ വെച്ചിട്ടാണ് പ്രഖ്യാപനം നടക്കുന്നത്. അതിന് ചുവട് പിടിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നാഷണൽ കമ്മീഷനൊക്കെ. അപ്പോൾ അത് 93-ലാണ് ഇവിടെ നാഷണൽ ഒരു ആക്ട് വരുന്നത്. ആ ആക്ട് എന്നാ വരുന്നത് 28 സെപ്റ്റംബർ 1993. ഇനി ആ ആക്ട് പ്രകാരം ഇവിടെ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്ന ഡേറ്റ് കറക്റ്റായിട്ട് ചോദിച്ചാൽ 12 ഒക്ടോബർ 1993. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. 12 ഒക്ടോബർ 1993 കമ്മീഷനാണ് വരുന്നത്. ആക്ട് വരുന്നത് 28 സെപ്റ്റംബർ 1993-ലാണ്. ഇനി അത് പ്രകാരം ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് വേണ്ടേ? നാഷണൽ ഹ്യൂമൻ റൈറ്റ് എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. അതിന്റെ പഴയ പേരെന്താണ്? പഴയ പേര് മാനവ് അധികാർ ഭവൻ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പേരെന്താണ്? സർദാർ പട്ടേൽ ഭവൻ. സർദാർ പട്ടേൽ ഭവൻ എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ ആ മാറ്റങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. 2006-ലും 2019-ലും അമെൻമെന്റ് വന്നു. 2019-ൽ വന്ന അമെൻമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അംഗങ്ങളുടെ എണ്ണം കൂടിയല്ലേ, 5 എന്തായി 6 മാറി. അപ്പൊ അതില് ജുഡീഷ്യൽ മെമ്പേഴ്സ് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? ജുഡീഷ്യൽ മെമ്പേഴ്സ് എത്ര പേരുണ്ട്? ഒരേ ഒരാളുള്ളൂ. അതിൽ ആരാവാം ജുഡീഷ്യൽ മെമ്പേഴ്സ്? താഴെ പറയുന്നതിൽ ചെയർമാൻ ആകാനായിട്ടുള്ള യോഗ്യത ഉള്ളവർ ആരൊക്കെയാണ്? ഒന്ന് റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ് ആവാം, അതല്ലെങ്കിൽ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. ഇനി നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സിൽ നിർബന്ധമായിട്ടും ആരൊരാൾ വേണം? ഒരു വുമൺ വേണം. അങ്ങനെ ആദ്യമായിട്ടൊരു വുമൺ വന്നത് ആരാണ് ആദ്യത്തെ വുമൺ മെമ്പർ? അത് എം ഫാത്തിമ ബീവി ആയിരുന്നു. ഇപ്പോഴത്തെ വുമൺ മെമ്പർ ആരാണ്? ജ്യോതിക കാർലെയാണ് ഇപ്പോഴത്തെ മെമ്പർ. ഓർത്തിരിക്കുക. പിന്നെ ഉള്ളത് നമ്മൾ പഠിച്ചത് എന്താണ്? അതിന്റെ ടെന്യൂർ, അതായത് കാലാവധി. മുമ്പ് 5 വർഷവും 70 വയസ്സും. ഇപ്പൊ എത്രയാണ്? ഇപ്പോ 3 years ആക്കി കുറച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നോക്കുക. എന്തായാലും ചോദിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ആ എക്സ് ഒഫീഷ്യോ മെമ്പർ 7 പേരായി. മുമ്പ് എത്ര പേരായിരുന്നു? മുമ്പ് 4 പേരായിരുന്നല്ലേ. അതിൽ ആരൊക്കെ വരാം? അത് നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ കമ്മീഷന്റെ ചെയർമാൻ വരാം, ഷെഡ്യൂൾഡ് ട്രൈബിന്റെ കമ്മീഷന്റെ ചെയർമാൻ വരാം, അതേപോലെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ വരാം. പിന്നെ ആരാണ്? നമ്മുടെ മൈനോറിറ്റി കമ്മീഷന്റെ ചെയർപേഴ്സൺ. ഇതെല്ലാം മുമ്പ് ഉണ്ടായിരുന്നവര്. പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ടവരാരാണ്? അതായിരിക്കും നമ്മളോട് ചോദിക്കുക. ആരാണ്? ചൈൽഡ് റൈറ്റിന്റെ ദേശീയ കമ്മീഷന്റെ ചെയർമാൻ, അതേപോലെ ഡിസബിലിറ്റിയുടെ കമ്മീഷൻ ചെയർമാൻ, അതുപോലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ ചെയർമാൻ. അപ്പൊ ചോദിച്ചോട്ടെ, ഈ ചൈൽഡ് റൈറ്റിന്റെ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കുട്ടികളെ ഓടി നടക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഓടി നടക്കാത്തവരെ സ്തുതി കാക്കർ. അപ്പൊ അതാണ് സ്തുതി കാക്കർ. ഇനി നമ്മൾ പിന്നോക്ക കമ്മീഷന്റെ ആണെങ്കിൽ എന്താ പേര് വരിക? പിന്നോക്ക കമ്മീഷൻ. അപ്പൊ നമ്മൾ ഭഗവാനെ വിളിക്കണം. അപ്പൊ ഭഗവാൻ ലാൽ സാഹിനി എന്ന് നമുക്ക് കിട്ടും. ഭഗവാൻ ലാൽ സാഹിനി. അതേപോലെ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? പാണ്ഡു വരുമല്ലോ. അപ്പൊ എന്ത് പാണ്ഡെയാണ്? നമ്മുടെ കമലേഷ് പാണ്ഡെ ആണ് അതിൽ വരുന്നത്. എസ് സിയുടെ നമുക്കറിയാം ആരാണ് കമ്മീഷന്റെ ചെയർമാൻ? വിജയ് സാംബ്ലെ. എസ് ടിയുടെ ആരാണ്? എസ് ടിയുടെ ഹർഷ ചൗഹാൻ ആണ് എന്നുള്ള ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മൈനോറിറ്റി കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? നമ്മുടെ ഹസൻ റിസ്വി. ആരാണ്? ഹസൻ റിസ്വി. ഇവരെല്ലാം എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണ് എന്നോർക്കുക. അപ്പൊ ഇനി നമുക്ക് കുറച്ച് മാക്സിമം സമയമുണ്ട്. 16. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. കാരണം ഞാൻ ഇന്ന് എനിക്ക് തീരെ സുഖമില്ലാത്തൊരു കണ്ടീഷൻ, അതുകൊണ്ടാണ് സമയം മാറ്റിയൊക്കെ തന്നത്. കാരണം ഭയങ്കര തലവേദനയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒറ്റയടിക്ക് നിൽക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് ഞാൻ 2 ഘട്ടമായിട്ട് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കുറച്ച് സമയമൊക്കെ കൂടുതലൊക്കെ ആയിട്ട് എടുത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം എന്തായാലും നമ്മളിപ്പോൾ 2 മണിക്കൂർ എന്തായാലും കൂടുതലും നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷെ കൂടുതൽ എടുക്കാൻ കഴിയാത്തതിൻ്റെ കാര്യം ഇതാണ്. അത് മാത്രമല്ല, എനിക്ക് ക്ലാസ് എന്തായാലും നിങ്ങൾക്ക് മുടക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ
ക്ലാസ് എടുക്കാൻ തയ്യാറായത് തന്നെ. കാരണം അത്രയും തീരെ ഒരു വയ്യാത്തൊരു കളി. ഇനിയിപ്പോൾ ഇതിന് ശേഷം അടുത്ത മറ്റേ നമ്മളുടെ CDPOയുടെ ഉണ്ട്. അപ്പോൾ ആരുടെയും ക്ലാസ് മുടക്കാനായിട്ട് എനിക്ക് പൊതുവെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതും എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് പോർഷൻ എടുക്കണം. അപ്പോൾ അത് 8:20 ഇപ്പോൾ അവർക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാൻ പോയി കാര്യങ്ങളെല്ലാം നിങ്ങൾ 8:20 8:30 ആണ് അവർക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് സമയം ഒരു റെസ്റ്റിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, നമുക്കിനി എന്തായാലും നമ്മൾ എടുത്താലും എങ്ങും എത്തൂല. ഒരു കുറച്ച് മാത്സ് തുടങ്ങാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ദിവസം വിളിക്കാം. ഓക്കെ.